എല്ലാ കൂട്ടുകാർക്കും സ്വീറ്റ് ആൻഡ് സാൾട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറിയോ ബനാന ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണേ നമുക്ക് നോക്കാം. ഈ ഐസ്ക്രീം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് പഴുത്ത പഴം ആവശ്യമില്ല. ഒരുവിധം മീഡിയം പഴുപ്പുള്ള പഴമാണ് ഏറ്റവും നല്ലത്. പിന്നെ റോബസ്റ്റ പഴം തന്നെയാണ് ഇതിന് ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത്. കാരണം റോബസ്റ്റ പഴത്തിന് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ ഐസ്ക്രീം ഉണ്ടാക്കിയ. ഈ പഴം ഇനി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം. അതായത് ഫ്രീസറിൽ തന്നെ വെക്കണം. ഇപ്പോൾ 6 മണിക്കൂർ അതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള പഴമാണിത്. നന്നായിട്ട് ഫ്രീസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനായിട്ട് ഒറിയോ ബിസ്ക്കറ്റ് വേണം. ഒരു 6 പീസ് ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടാൽ നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. നന്നായിട്ട് ഫ്രീസായിട്ട് വരണം പഴം, എന്നാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒറിയോൻ്റെ ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബിസ്ക്കറ്റിന് പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും, എന്നാലും കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. ഈ രീതിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ. എന്നിട്ട് ഇനി ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതൊരു 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയാവും. ഇപ്പോൾ അതുപോലെ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണിത്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പോൾ ഇത് ഐസ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് പുറത്ത് വെച്ചാൽ നന്നായിട്ട് മെൽറ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ആൻഡ് ബനാന ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മീതേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ഷുഗർ ബോൾസോ ഇട്ടിട്ട് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണിത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്